ഗൈസ്, വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് എന്താണ്? ക്ലൈമറ്റ് റീജിയൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ജോഗ്രഫിയിലെ ഒരു മാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയാം അല്ലെ. 4 മാർക്കാണ് ആ ചാപ്റ്ററിന്റെ ആ ഒരു മാപ്പിന് വരുന്നത്. അപ്പൊ ആ ഒരു മാപ്പ് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ ആണ് ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അത് കൂടാതെ ഓണം എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററും കൂടിയാണ് ഈ സെക്കൻഡ് ചാപ്റ്റർ. അടിപൊളിയായിട്ട് പഠിച്ചേക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് അടിപൊളിയായിട്ട് പഠിച്ചേക്കാം. ഇതിൽ ആദ്യം തന്നെ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പറയുന്ന പോലെ തന്നെ ആദ്യം തന്നെ പറയുന്നത് എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. എന്താണ് ക്ലൈമറ്റ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ക്ലൈമറ്റ് റീജിയൻ എന്ന് പറഞ്ഞാല് ഒരു എക്സ്റ്റെൻസീവ് ജോഗ്രഫിക്കൽ ഏരിയയില് സിമിലർ ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞാല് ഒരു അതിവിശാലമായ പ്ലേസില് ഒരേ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അതിനെ ഒരു ക്ലൈമറ്റിക് റീജിയൻ ആയിട്ട് പരിഗണിക്കും. നമുക്ക് ഈ ചാപ്റ്ററിലെ 8 ക്ലൈമറ്റിക് റീജിയൻ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് ക്ലൈമറ്റിക് റീജിയൻ? ആദ്യം അതിന്റെ പേരുകൾ പഠിക്കുക അല്ലെ. ഒന്നാമത് ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ആണ്. രണ്ടാമത്തത് മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ ആണ്. മൂന്നാമത്തത് സാവന്ന ക്ലൈമറ്റിക് റീജിയൻ ആണ്. നെക്സ്റ്റ് ഹോട്ട് ഡെസേർട്ട് ആണ്. അത് കഴിഞ്ഞിട്ട് എന്താ? ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ്. പിന്നെ വരുന്നത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ ആണ്. പിന്നെ 2 തൈഗ റീജിയനും ടൻഡ്ര റീജിയനുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലൈമറ്റിക് റീജിയൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ക്ലൈമറ്റിക് റീജിയന്റെയും ഫീച്ചർ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഈ ഫീച്ചർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്ലൈമറ്റിക് റീജിയന്റെ പേര് തന്നിട്ട് എല്ലാം ഒരുമിച്ച് ഒരു എസ്സേ പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ എക്സാമിന് ഒരിക്കലും അത് എസ്സേ ആയിട്ടല്ല ചോദിക്കുക, അതിൽ നിന്ന് ചെറിയ ചെറിയ ടോപ്പിക് ആയിട്ട് ചോദിക്കും. അപ്പൊ ഏത് ക്ലൈമറ്റിക് റീജിയനും പഠിച്ചാലും അതിന്റെ ക്ലൈമറ്റിക് ഫീച്ചർ പഠിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ വെജിറ്റേഷൻ പഠിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം അതിന്റെ ഹ്യൂമൻ ലൈഫ് പഠിക്കണം. പിന്നെ അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യം കൂടി പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ക്ലൈമറ്റിക് റീജിയനിൽ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പൊ അതിന് ആദ്യം പറയുന്ന ക്ലൈമറ്റിക് റീജിയൻ ആണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഈ ക്ലൈമറ്റിക് റീജിയൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ആണ്. എന്താണ് ഈ ക്ലൈമറ്റിക് റീജിയൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്? 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ആണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത ക്ലൈമറ്റിക് ഫീച്ചർ ആണ് പറയുന്നത്. എന്താണ് ക്ലൈമറ്റിക് ഫീച്ചർ പറയുന്നത്? ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫാൾ ആണ്. ഇവിടെ നല്ല ചൂടുള്ളത് പോലെ തന്നെ നല്ല മഴയുമുണ്ട്. നല്ല ചൂടുള്ള പോലെ തന്നെ എന്തുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? നല്ല മഴയുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചർ ആവാൻ കാരണം? ചിലപ്പോൾ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ ടെമ്പറേച്ചർ വന്നേക്കുന്നത്? എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇക്വേറ്റർ എവിടെയാണ്? നടുക്കിലൂടെ പോകുന്ന ലൈനാണ് അല്ലെ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേറ്ററിന്റെ അവിടെ സൂര്യൻ എപ്പോഴും വർഷം മുഴുവനും വെർട്ടിക്കലി ആണ് ഇരിക്കുന്നത് അല്ലെ. ഇപ്പൊ വെർട്ടിക്കലി ഇരിക്കുമ്പോൾ സൺറൈസും എങ്ങനെയാണ് കിട്ടുന്നത്? കുത്തനെയായിരിക്കും. അതുകൊണ്ട് ഇക്വറ്റോറിയൽ റീജിയനിൽ എപ്പോഴും ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഹൈ ടെമ്പറേച്ചറും ഹൈ റെയിൻഫാൾ ഉണ്ട്. നല്ല ചൂടുള്ള പോലെ തന്നെ നല്ല മഴയുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ കിട്ടുന്ന വെജിറ്റേഷൻ എന്തായിരിക്കും? എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഇവിടെ കിട്ടുന്ന വെജിറ്റേഷൻ എന്താണ്? എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. നിത്യഹരിത വനമാണ്. എപ്പോഴും പച്ചപ്പ് ഉണ്ടാവും പറയുന്നത്. ഇനി ഇവിടുത്തെ മഴയുടെ പ്രത്യേകത പഠിക്കണം. ഇവിടെ കിട്ടുന്ന മഴ എന്ന് പറയുന്നത് ഉച്ച തിരിഞ്ഞുള്ള മഴയാണ്. കൺവെക്ഷണൽ റെയിൻഫാൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? നമ്മൾ പറഞ്ഞു ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് 10 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ആണെന്ന് പറഞ്ഞു, ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ പ്ലേസിൽ ഹൈ ടെമ്പറേച്ചർ ഉള്ളതുപോലെ തന്നെ ഹൈ റെയിൻഫാൾ ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് ഹൈ ടെമ്പറേച്ചർ വരാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, സൺറൈസ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെർട്ടിക്കലി ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആവാൻ കാരണം. ഇവിടുത്തെ വെജിറ്റേഷൻ നമ്മൾ പറഞ്ഞു. എന്താണ് വെജിറ്റേഷൻ നമ്മൾ പറയാൻ കാരണം? ഹൈ ടെമ്പറേച്ചറും ഹൈ റെയിൻഫാളും ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഉള്ള വെജിറ്റേഷൻ എന്താണ്? എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഇനി മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇവിടെ ജീവിക്കുന്ന ആളിന്റെ പേര് എന്താണ്? ഇവിടെ ജീവിക്കുന്ന ട്രൈബാണ്. ഏത് ട്രൈബാണ് ഇവിടെ ജീവിക്കുന്നത്? ഇവിടെ ഒരു പിഗ്മി ട്രൈബാണ്. ഇവിടെ ജീവിക്കുന്ന ട്രൈബിന്റെ പേര് മക്കളെ എന്താണ്? പിഗ്മി ട്രൈബ് എന്നാണ്. നോക്കി, പിഗ്മി ട്രൈബ്സ് ആണ് എവിടെ ജീവിക്കുന്നത്? ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ ജീവിക്കുന്ന ട്രൈബിന്റെ പേര് വന്നിട്ട് പിഗ്മി എന്നാണ്. ഓക്കെ, അപ്പൊ ഒരു ക്ലൈമറ്റിക് റീജിയൻ പഠിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലൈമറ്റിക് റീജിയൻ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ ആണ്. ഏതാണ് രണ്ടാമത്തെ ക്ലൈമറ്റിക് റീജിയൻ? മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ. അപ്പൊ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് എന്താണ് മൺസൂൺ എന്ന് പഠിച്ചു. എന്താണ് മൺസൂൺ എന്ന് പറഞ്ഞാല്?
മൺസൂൺ ആർ ദ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് സിസ്റ്റം ആണ്. എന്ന് പറഞ്ഞാല് കാലത്തിനൊപ്പം ദിശ മാറുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൺസൂൺ എന്ന് പറയുന്നത് അല്ലെ. കാലത്തിനൊപ്പം ദിശ മാറുന്ന കാറ്റാണ്. നമുക്കറിയാം കരയിൽ നിന്ന് കടലിലോട്ടും കടലിൽ നിന്ന് കരയിലോട്ടും ഈ കാറ്റ് സഞ്ചരിക്കാറുണ്ട്. ഓക്കെ, ഇനി ഈ മൺസൂൺ എന്നുള്ള പേര് വരാൻ കാരണം ഇവിടെ നമുക്ക് മൺസൂൺ വിൻഡുകൾ കാണാൻ പറ്റും. ഈ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ എന്നുള്ള പേര് വരാൻ കാരണം ഈ പ്ലേസിൽ നമുക്ക് ഏത് കാറ്റുകളെ കാണാൻ പറ്റും? മൺസൂൺ വിൻഡുകളെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് മൺസൂൺ വിൻഡ്. നോർത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡും ഉണ്ട്, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്. സോറി കേട്ടോ, നോക്കി എന്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡും ഉണ്ട്, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡും ഉണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ട് കാറ്റുകളുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്ലേസിന് ഏത് ക്ലൈമറ്റിക് റീജിയൻ അനുഭവപ്പെടുന്നത്? മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ അനുഭവപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഒരു ക്ലൈമറ്റിക് റീജിയൻ പഠിക്കുമ്പോൾ അവരുടെ ക്ലൈമറ്റിക് ഫീച്ചർ എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ക്ലൈമറ്റിക് ഫീച്ചർ എന്താണെന്ന് നോക്കി. ഇവിടുത്തെ ക്ലൈമറ്റിക് ഫീച്ചർ ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആണ്. ഇവിടെ ഭയങ്കര ലോങ് ആയിട്ടുള്ള ഈർപ്പമുള്ള സമ്മർ ആണ്. വിന്റർ വന്നിട്ട് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള വിന്റർ ആണ്. ഓക്കെ, ഇനി അതേപോലെ നെക്സ്റ്റ് പറയുന്നത് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഈ ഒരു ടേം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓർമ്മയുണ്ടോ? ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്താ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ. ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കോസ്റ്റൽ ഏരിയാസിൽ കുറവും അതുപോലെ തന്നെ എവിടെ കൂടുതലുമാണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇന്റീരിയറിൽ കൂടുതലുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത അതിന്റെ പ്രത്യേകത പറയുന്നത് എന്താണെന്ന് നോക്കി. നെക്സ്റ്റ് പ്രത്യേകത എന്താണ്? ഇവിടെ കിട്ടുന്ന മഴയുടെ അളവാണ് പറയുന്നത്. മഴയുടെ അളവ് നോക്കി 50 സെന്റിമീറ്റർ മുതൽ 1000 സെന്റിമീറ്റർ വരെയാണ് ഇവിടെ കിട്ടുന്ന ആനുവൽ റെയിൻഫാൾ എന്ന് പറയുന്നത്. ഇവിടെ കിട്ടുന്ന മഴയുടെ അളവ് എത്രയാണ്? 50 സെന്റിമീറ്റർ മുതൽ എത്ര വരെയും കിട്ടുന്നുണ്ട്? 1000 സെന്റിമീറ്റർ വരെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ കാണുന്ന വെജിറ്റേഷൻ എന്ന് പറയുന്നത് എവർഗ്രീനും കാണാം, അതുപോലെ തന്നെ ഡെസിയോഡിയസ് ട്രീസും കാണാം. എവർഗ്രീനും കാണാം, അതുപോലെ എന്തും കൂടി കാണാം എന്ന് പറയുന്നത് ഡെസിയോഡിയസ് ട്രീസും കൂടി കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. എന്ത് ക്രോപ്സ് ആണ് മക്കളെ അവർ കൃഷി ചെയ്യുന്നത്? ട്രോപ്പിക്കൽ ക്രോപ്സ് ആണ്. ഏതാണ് ഈ ട്രോപ്പിക്കൽ ക്രോപ്സ് എന്ന് പറയുന്നത്? റൈസ്, ഷുഗർ കെയിൻ, ജൂട്ട്, കോട്ടൺ, ടീ ആൻഡ് കോഫി. ഈ പേരുകൾ പഠിച്ചു വെക്കണം. അവർ കൃഷി ചെയ്യുന്ന ക്രോപ്സുകളുടെ പേരുകൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് ക്രോപ്സ് എന്ന് പറയുന്നത്? റൈസ് ഉണ്ട്, ഷുഗർ കെയിൻ ഉണ്ട്, ജൂട്ട് ഉണ്ട്, കോട്ടൺ ഉണ്ട്, ടീ ഉണ്ട്, കോഫി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇവർ ഇത് കൂടാണ്ട് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം ഒരു പ്ലേസിൽ കൃഷി ചെയ്യും. അവിടെ നിന്ന് വിളവെടുപ്പ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആ പ്ലേസ് ഉപേക്ഷിച്ച് മറ്റൊരു പ്ലേസിലോട്ട് പോകും കൃഷി ചെയ്യാൻ. ഈ ഒരു കൃഷി രീതി വിളിക്കുന്ന പേരാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ പഠിച്ചു കേട്ടോ. രണ്ട് ക്ലൈമറ്റിക് റീജിയൻ നമ്മൾ കഴിഞ്ഞു, ഇക്വറ്റോറിയലും കഴിഞ്ഞു, മൺസൂണും കഴിഞ്ഞു. നെക്സ്റ്റ് സാവന്നയാണ്. നെക്സ്റ്റ് ക്ലൈമറ്റിക് റീജിയൻ ഏതാണ്? സാവന്ന ക്ലൈമറ്റിക് റീജിയൻ ആണ്. സാവന്ന എന്ന് പറഞ്ഞാല് ഒരു ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആണ്. സാവന്ന എന്ന് പറഞ്ഞാല് ഒരു ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആണ്. ഓക്കെ, ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ്. രണ്ട് ഹെമിസ്ഫിയറിലും 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിൽ കാണപ്പെടുന്ന ക്ലൈമറ്റിക് റീജിയൻ ആണ് ഏത് ക്ലൈമറ്റിക് റീജിയൻ? സാവന്ന ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഈ ഗ്രാസ് ലാൻഡ് പല സ്ഥലങ്ങളും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഇത് മാത്രം എക്സാമിന് എടുത്ത് ചോദിക്കും. ഈ പേരുകൾ മാത്രം ചിലപ്പോൾ എക്സാമിന് എടുത്ത് ചോദിക്കും കേട്ടോ. അപ്പൊ നോക്കിയേ, ആഫ്രിക്കയിൽ അറിയപ്പെടുന്ന പേര് സാവന്ന എന്നാണ്. സദേൺ ബ്രസീലിൽ അറിയപ്പെടുന്ന പേര് ക്യാമ്പോസ് എന്നാണ്. വെനിസ്വേല മക്കളെ നോക്കി എന്തറിയപ്പെടുന്നേ? ലാനോസ് എന്നാണ്. അപ്പൊ നിങ്ങൾ പഠിക്കണം, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആഫ്രിക്കയിലാണെങ്കിൽ സാവന്ന എന്നറിയപ്പെടുന്നു, സദേൺ ബ്രസീലിലാണെങ്കിൽ ക്യാമ്പോസ് എന്നറിയപ്പെടുന്നു, അതേപോലെ വെനിസ്വേലയിലാണെങ്കിൽ ലാനോസ് എന്നറിയപ്പെടുന്നു. ഇവിടുത്തെ ക്ലൈമറ്റിക് ഫീച്ചർ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആണ്, കൂൾ ആൻഡ് ഡ്രൈ വിന്റർ ആണ്. ഇവിടുത്തെ ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് 21 ഡിഗ്രി സെൽഷ്യസിനും 32 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. ഇവിടെ കിട്ടുന്ന മഴ എന്ന് പറഞ്ഞാല് 25 സെന്റിമീറ്ററിനും 125 സെന്റിമീറ്ററിനും ഇടയിലാണ്. ഇവിടെ നമുക്ക് ഡെസിയോഡിയസ് ട്രീസ് കാണാം, ഇല പൊഴിയുന്ന മരങ്ങളെ കാണാം. അതുപോലെ തന്നെ ഉയരം കൂടിയ ഗ്രാസസും ഇവിടെ ഉണ്ട്. എന്താണ്? ഉയരം കൂടിയ ഗ്രാസസ് ഉണ്ട്. എന്നാൽ ഇവിടെ നിന്ന് ഡെസേർട്ടിലോട്ട് പോകുമ്പോൾ ആ ഗ്രാസിന്റെ ഹൈറ്റ് ഒക്കെ കുറഞ്ഞ്
അതെന്തായിട്ട് മാറും? ചെറിയ ചെറിയ ബുഷസ്, കുറ്റിക്കാടുകളുമായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് സാവന്ന കാലാവസ്ഥ മേഖല ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഇവിടെ കാണുന്ന മൃഗങ്ങളൊക്കെ ഏതാണ് നമ്മൾ പഠിക്കണം. ഏതൊക്കെ മൃഗങ്ങളെയാണ്? നമുക്ക് ഇവിടെ ഹെർബിവോറസിനെയും കാണാം, അതുപോലെ കാർണിവോറസിനെയും കാണാം. ഹെർബിവോറസ് എന്ന് പറയുന്നത് സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന മൃഗങ്ങളാണ് അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? ജിറാഫ്, സീബ്രാസ് ആണ്. ഇനി കാർണിവോറസ് എന്ന് പറഞ്ഞാൽ മാംസഭോജികളാണ്. അപ്പൊ ലയണും ടൈഗറിനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇനി ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ജീവിക്കുന്ന ആളുകൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ആനിമൽ ഹസ്ബൻഡറി, മൃഗങ്ങളെ പരിപാലിച്ചു കൊണ്ട് നടക്കല്, കന്നുകാലി വളർത്തല്, അതുപോലെ അഗ്രികൾച്ചർ, കൃഷിയുമാണ് ചെയ്യുന്നത്. ഇവിടെ പൊതുവെ ഇങ്ങനൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ ജീവിക്കുന്നത് പൊതുവെ കുറവാണ്. ഇവിടെ ജീവിക്കുന്ന ട്രൈബിന്റെ പേര് വന്നിട്ട് മസായി ആണ്. അപ്പൊ നോക്കി, ആഫ്രിക്കൻ സാവന്നയില് ഒരു പാസ്റ്ററൽ ലൈഫ് നയിക്കുന്ന ഒരു ട്രൈബിന്റെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രൈബിന്റെ പേര് മക്കളെ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ട്രൈബിന്റെ പേര് വന്നിട്ട് മസായി എന്നാണ്. ഈ മസായി ട്രൈബുകളാണ് ഈ സാവന്ന ക്ലൈമറ്റിക് റീജിയനിൽ ജീവിക്കുന്നത്. ഓക്കെ അല്ലേ ഇത്രയും? ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ക്ലൈമറ്റിക് റീജിയൻ ഹോട്ട് ഡെസേർട്ട് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ക്ലൈമറ്റിക് റീജിയൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു ക്ലൈമറ്റിക് റീജിയൻ പഠിക്കുമ്പോൾ വെറുതെ കുറെ പോയിന്റ്സ് പഠിക്കാണ്ട് അതിന്റെ ക്ലൈമറ്റിക് ഫീച്ചർ പഠിക്കണം. ഓക്കെ, മനുഷ്യർ അവിടെ ജീവിക്കുന്ന മനുഷ്യർ ഏതാണെന്ന് പഠിക്കണം, അവർ എന്ത് ചെയ്താണ് ജീവിക്കണമെന്ന് പഠിക്കണം, അവിടെ കാണുന്ന പ്ലാന്റ്സിന്റെ പേര്, അവിടെ കാണുന്ന മൃഗങ്ങളുടെ പേര്. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഒരു ക്ലൈമറ്റിക് റീജിയൻ എന്ന് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ അതിൽ വരുന്ന ചെറിയ ചെറിയ പോയിന്റ്സ് സ്കിപ്പ് ചെയ്താലും ഈ പോയിന്റ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം എക്സാമിന് ഒരു ഒറ്റയടിക്ക് ഒരു ഷോർട്ട് നോട്ട് അല്ല ചോദിക്കുക, പകരം ചിലപ്പോൾ വെജിറ്റേഷന്റെ ഫീച്ചർ എഴുതാൻ ചോദിക്കാം, അതുപോലെ അവിടുത്തെ എന്താണ് അഗ്രികൾച്ചറിനെ പറ്റി ചോദിക്കാം, അവിടുത്തെ ഹ്യൂമൻ ലൈഫിനെ പറ്റി ചോദിക്കാം. അപ്പൊ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാൻ നോക്കണം കേട്ടോ. ഇത് നെക്സ്റ്റ് ഹോട്ട് ഡെസേർട്ട് ആണ്. ഹോട്ട് ഡെസേർട്ട് നോക്കി, ഹോട്ട് ഡെസേർട്ട് എന്താണ്? ഇവിടെ നമുക്ക് മഴ കുറവാണ്, ലിറ്റിൽ റെയിൻഫാൾ, വളരെ കുറച്ച് മഴ മാത്രമേ കിട്ടുള്ളൂ. ലോകത്തിൽ തന്നെ ഏറ്റവും ചൂടുള്ള പ്ലേസ് ആണ്, ലോകത്തിൽ തന്നെ ഏറ്റവും ചൂടേറിയ പ്ലേസ് ആണെന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ആനുവൽ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ അനുഭവപ്പെടുന്ന ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിരിക്കുന്നത് 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഏത് മരുഭൂമിയില്? സഹാറ മരുഭൂമിയിലെ അൽ അസീസിയ എന്ന് പറഞ്ഞ പ്ലേസില് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സഹാറ മരുഭൂമിയിലെ അൽ അസീസിയ എന്ന് പറഞ്ഞ പ്ലേസിൽ 58 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുന്നത്. ഇനി ഡെസേർട്ട് ഏരിയാസിലെ ആനുവൽ റെയിൻഫാൾ എല്ലാം ഒരുപാട് വർഷങ്ങളായിട്ട് 25 സെന്റിമീറ്ററേക്കാളും കുറവാണ്. ചില പ്ലേസുകളിൽ വർഷങ്ങളോളം എന്ത് ചെയ്യുന്നില്ല, മഴ പെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പൊ പറയുന്നത്. ഈ പറഞ്ഞ ട്രോപ്പിക്കൽ റീജിയനിൽ ഹോട്ട് ഡെസേർട്ട് എല്ലാം മിക്കപ്പോഴും കാണപ്പെടുന്നത് ഡെസേർട്ടിന്റെ വെസ്റ്റ് വശത്താണ്. ശ്രദ്ധിക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ നമ്മൾ പറഞ്ഞത്? ഈ ഹോട്ട് ഡെസേർട്ട് എല്ലാം മിക്കപ്പോഴും കാണപ്പെടുന്നത് കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ മാർജിനാണ്. അത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ ഹോട്ട് ഡെസേർട്ട് എല്ലാം കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ മാർജിനിൽ കാണുന്നത്? എന്താണ്? നമ്മൾ ഒരു ട്രേഡ് വിൻഡിനെ പറ്റി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. ഈ ട്രേഡ് വിൻഡ് കോണ്ടിനെന്റിൽ എൻട്രി ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് മോയിസ്ചർ ഉണ്ടാവും, ഒരുപാട് ഈർപ്പം കൊണ്ടാണ് ആര് വരുന്നത്? ഈ ഒരു ട്രേഡ് വിൻഡ് വരുന്നത്. പക്ഷെ കോണ്ടിനെന്റിലൂടെ ട്രാവൽ ചെയ്ത് വെസ്റ്റേൺ മാർജിനിൽ എത്തുമ്പോൾ, കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ മാർജിനിൽ എത്തുമ്പോൾ കയ്യിലുള്ള ഈർപ്പം എല്ലാം നഷ്ടപ്പെട്ട് അതെന്തായിട്ട് മാറും? അതൊരു ഡ്രൈ ആയിട്ടുള്ള വിൻഡ് ആയിട്ട് മാറും. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡ്രൈ വിൻഡ് ആ പ്ലേസിലോട്ട് വീശിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അതുകൊണ്ടാണ് ആ പ്ലേസിൽ മാത്രം, ഏത് പ്ലേസിൽ? കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ മാർജിനിൽ എന്തായിട്ട് മാറുന്നത്? ഹോട്ട് ഡെസേർട്ട് ആയിട്ട് മാറുന്നത് കേട്ടോ. ഓക്കെ, ഹോട്ട് ഡെസേർട്ട് ആയിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് മഴ കുറവാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്ന് കാക്ടസ്, ഷ്രബ്, പാംസ്. അപ്പൊ ഇവിടെ കാണുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് കാക്ടസ് ഉണ്ട്, പിന്നെ ഷ്രബ്സ് ഉണ്ട്, പാംസ് ഉണ്ട്. പിന്നെ ചില പ്ലേസുകളിൽ, വെള്ളം കിട്ടുന്ന കുറച്ച് പ്ലേസുകളിൽ മാത്രം നമുക്ക് എന്ത് കാണാം? ഒയാസസ് കാണാം, മരിപ്പച്ച കാണാം. ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാഴ്സലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് അധികം ആളുകളൊന്നും ഇല്ലാത്ത ആ ഒരു ഏരിയ ആണോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ അവിടെ ഉള്ള ആളുകൾ തന്നെ എന്ത് ചെയ്താണ് ജീവിക്കുന്നത്? കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അവർ ആനിമൽ ഹസ്ബൻഡറി ആണ്. പിന്നെ ഇവിടെ ആളുകളെ കാണാൻ കാരണം ഇവിടെ ഈ ഒരു പ്ലേസിൽ എക്കോണമിക്കലി വാല്യൂബിൾ ആയിട്ടുള്ള കുറച്ച് മിനറൽസ് കാണാം. ഏതൊക്കെ മിനറൽസ് ആണ്? ഓസ്ട്രേലിയ ആണെങ്കിൽ ഗോൾഡ് മൈനിങ്, അറ്റഗാമ ഡെസേർട്ടിലാണെങ്കിൽ കോപ്പർ മൈനിങ് ഒക്കെ കാണുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാരെ കാണാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹോട്ട് ഡെസേർട്ട് ഇമ്പോർട്ടന്റ്
ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ഹോട്ട് ഡെസേർട്ട് വെസ്റ്റേൺ മാർജിനിലാണ് കാണുന്നത്. അതിന്റെ റീസൺ എന്താണ് എന്ന് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാവുന്നതാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതെന്തായാലും എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ ആണ്. എന്താ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാല്? മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റും, മെഡിറ്ററേനിയൻ സീയുടെ ഏരിയ, ആ ഒരു സീയുടെ ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ക്ലൈമറ്റിക് റീജിയൻ ആണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഈ റീജിയന്റെ പ്രത്യേകത ഡ്രൈ സമ്മർ ആയിരിക്കും, ഹ്യൂമിഡ് വിന്റർ ആയിരിക്കും. ഡ്രൈ സമ്മർ ആയിരിക്കും, ഹ്യൂമിഡ് വിന്റർ ആയിരിക്കും. ഇവിടുത്തെ ഏകദേശം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ടെമ്പറേച്ചർ എത്ര നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ ഉള്ളത്. ഇനി വിന്റർ സമയമാകുമ്പോ നോക്കിയാ, വിന്റർ സമയമാകുമ്പോ ടെമ്പറേച്ചർ വന്നിട്ട് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. വിന്റർ ടെമ്പറേച്ചർ എത്രയാണ്? 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇവിടുത്തെ മഴയുടെ അളവ് നോക്കി, 30 മുതൽ 75 സെന്റിമീറ്റർ വരെയാണ് വിന്റർ റെയിൻഫാൾ എന്ന് പറയുന്നത്. വിന്റർ റെയിൻഫാളിന്റെ അളവ് എത്രയാണ്? 30 മുതൽ 75 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ വിന്റർ റെയിൻഫാൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ വിന്റർ റെയിൻഫാള് വിന്റർ ക്രോപ്സിന് ബെനിഫിഷ്യൽ ആണെന്നാ പറയുന്നത്. ഈ വിന്റർ റെയിൻഫാളും അപ്പൊ കിട്ടുന്ന വിന്റർ ക്രോപ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മഴയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, ഇത് അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്ന മറ്റൊരു പോയിന്റ് എന്താ, ഇവിടെ നമുക്ക് വെജിറ്റേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പറയണം അല്ലെ. വെജിറ്റേഷൻ അതുപോലെ ഇവിടെ കാണുന്ന മണ്ണിനെ പറ്റിയൊക്കെ പറയണം. നമുക്ക് വെസ്റ്റേർലീസ് ആണ് ഇവിടെ വിന്റർ റെയിൻഫാളിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഏത് കാറ്റാണ്? വെസ്റ്റേർലീസ് എന്ന് പറയുന്ന കാറ്റാണ്. വിന്റർ റെയിൻഫാളിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഏത് കാറ്റാണ്? വെസ്റ്റേർലീസ് എന്ന് പറഞ്ഞ കാറ്റാണ്. ഇവിടെ നമുക്ക് മഴ കുറവായത് കൊണ്ട് തന്നെ അധികം ഡെൻസ് ഫോറസ്റ്റ് ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ടോൾ എവർഗ്രീൻ ട്രീസ് ആണ്. അത് ഹൈറ്റുള്ള എവർഗ്രീൻ ട്രീസുകളായിരിക്കും കാണാൻ പറ്റുക. ഏത് ട്രീസ് ആണ്? ഓക്കും സെക്കോയനെയും കാണാം. അതുപോലെ തന്നെ എവർഗ്രീൻ കോണിഫേഴ്സിനെയും കാണാം. ഏതൊക്കെയാണ് കോണിഫേഴ്സ്? കോണിഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, കോണിഫറസ് ട്രീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്രിസ്മസ് ട്രീസ് പോലത്തെ ട്രീസ് ആണ് കേട്ടോ. പൈൻ കാണാം, ഫിർ കാണാം, ഷബ്സ് കാണാം. ഇവിടെ മെയിൻ ആയിട്ട് ഈ റീജിയനില് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൽപ്പാദിപ്പിക്കുന്ന പ്ലേസ് ആണ്. അതേപോലെ തന്നെ ഈ രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്ന വസ്തുക്കളാണ് സിറിയൽസും പൾസസും, ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. മറ്റൊരു പോയിന്റ്, എക്സാമിന് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ഇത് ഏത് ക്ലൈമറ്റിക് റീജിയൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണമെങ്കിൽ പറഞ്ഞേക്കാം അല്ലെ. അതിന് പറ്റിയൊരു പോയിന്റ്, ഈ മെഡിറ്ററേനിയൻ കൺട്രിയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ 70% സിട്രസ് ഫ്രൂട്ടുകള് നമ്മുടെ ഈ മെഡിറ്ററേനിയൻ കൺട്രിയിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യണം, കയറ്റുമതി ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലൈമറ്റിക് റീജിയനിലോട്ട് പോവുകയാണ്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്ലൈമറ്റിക് റീജിയൻ ആണ്. ഇതിൽ നിന്ന് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് പേരുകൾ മാത്രം എക്സാമിന് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. അതെന്താണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്? ഈ ഗ്രാസ് ലാൻഡ് 2 ഹെമിസ്ഫിയറിലും ലൊക്കേറ്റ് ചെയ്യുന്നത് 40 ഡിഗ്രിക്കും 50 ഡിഗ്രിക്കും ഇടയിലാണെന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അറിയപ്പെടുന്നത്. നമ്മൾ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് പഠിച്ചു. ഏത് ക്ലൈമറ്റിക് റീജിയനിലാണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് പഠിച്ചത്? സാവന്നയിൽ അല്ലെ. സാവന്നയിൽ നമ്മൾ എന്ത് പഠിച്ചു? ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് പഠിച്ചു. ഇപ്പൊ നമ്മൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നത് ഷോർട്ട് സമ്മറും ലോങ് വിന്ററും ആണ്. ഷോർട്ട് സമ്മറും ലോങ് വിന്ററും ആണ്. അപ്പൊ നോക്കി, ഇതാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഭാഗം കേട്ടോ. ഇതാണ് 4 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ഭാഗം. നോക്കി, ഓരോ രാജ്യത്തും ഈ ഗ്രാസ് ലാൻഡ് അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് കേട്ടോ. ഏഷ്യ അറിയപ്പെടുന്ന പേര് സ്റ്റെപ്പീസ് എന്നാണ്. ഏഷ്യയിലെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അറിയപ്പെടുന്ന പേര് സ്റ്റെപ്പീസ് എന്നാണ്. ആഫ്രിക്കയിൽ അറിയപ്പെടുന്ന പേര് വെൽഡ് എന്നാണ്. നോർത്ത് അമേരിക്കയിൽ അറിയപ്പെടുന്ന പേര് പ്രയറീസ് എന്നാണ്. സൗത്ത് അമേരിക്കയിൽ അറിയപ്പെടുന്ന പേര് പാമ്പസ് എന്നാണ്. ഓസ്ട്രേലിയയിൽ അത് ഡൗൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് നിർബന്ധമായിട്ടും എക്സാമിന് പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നോക്കി, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആ ഒരു ബോക്സ് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞു തരികയാണ്. ഏഷ്യയിലെ ഒരാൾക്ക് സ്റ്റെപ്പ് പണിയണമായിരുന്നു. അതിനായിട്ട് ഏഷ്യയിലെ ഒരാൾക്ക് സ്റ്റെപ്പ് പണിയണമായിരുന്നു. അതിനായി ആഫ്രിക്കയിൽ നിന്ന് വെൽഡറെ കൊണ്ടുവന്നു. സ്റ്റെപ്പ് പണിയാൻ സൗത്ത് അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഒരു പാമ്പ് കിടക്കുന്നു. സഹായിക്കാൻ വന്ന ഓസ്ട്രേലിയക്കാരൻ ഡൗണിലോട്ട് നോക്കി പാമ്പിനെ നോക്കി നിന്ന ആൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതെങ്ങനെ ലിങ്ക് ചെയ്യാം? ഏഷ്യയിലത്തെ നമുക്ക് എന്താണ്? സ്റ്റെപ്പീസ് ആണ്. ഏഷ്യയിൽ എന്താണ്?
സ്റ്റെപ്പീസ് ആണ്. ഇനി നോക്കി ആഫ്രിക്കയിൽ നിന്ന് വെൽഡറെ കൊണ്ടുവന്നു. ആഫ്രിക്കയിലെ ഗ്രാസ് ലാൻഡ് അറിയപ്പെടുന്നവർ വെൽഡ് എന്നാണ്. സ്റ്റെപ്പ് പണിയാൻ സൗത്ത് അമേരിക്കയിൽ പോയപ്പോ അവിടെ ഒരു പാമ്പ് കിടക്കുന്നു. അപ്പൊ സൗത്ത് അമേരിക്കയിലെ ഗ്രാസ് ലാൻഡ് അറിയപ്പെടുന്നവര് പാമ്പസ് എന്നാണ്. ഓസ്ട്രേലിയ ഡൗണിലോട്ട് നോക്കിയപ്പോ ഓസ്ട്രേലിയയിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ഡൗൺസ് എന്നാണ്. പാമ്പിനെ നോക്കി നിന്നാൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ നോർത്ത് അമേരിക്കയിലത്തെ എന്താ അറിയപ്പെടുന്നത്? പ്രാർത്ഥന എന്നാണ്. എന്ത് പറയും? പ്രാർത്ഥന നമ്മൾ എന്ത് പറയും? പ്രയറീസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ഇവിടെ അനുഭവപ്പെടുന്ന റെയിൻഫാളിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ അനുഭവപ്പെടുന്ന മഴ എന്ന് പറഞ്ഞാല് 25 സെന്റിമീറ്റർ മുതൽ 60 സെന്റിമീറ്റർ വരെയാണ് ഇവിടെ അനുഭവപ്പെടുന്ന മഴ എന്ന് പറയുന്നത്. ഇനി മഴ കുറവായതുകൊണ്ട് ഇവിടെ നമുക്ക് എന്തും കുറവാണ്? മരങ്ങളും കുറവാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പുല്ലുവർഗ്ഗങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് അധികം മരങ്ങളൊന്നും കാണാൻ പറ്റില്ല, പുല്ലുവർഗ്ഗങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ കുറെ സാങ്കേതിക വിദ്യ മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഈ ഗ്രാസ് ലാൻഡിനെ ഇപ്പൊ എന്താക്കി മാറ്റുന്നുണ്ട്? അഗ്രികൾച്ചറൽ ലാൻഡ് ആക്കി മാറ്റുന്നുണ്ട്. അഗ്രികൾച്ചറൽ ലാൻഡ് ആക്കി മാറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിക് റീജിയൻ ആണ് തൈഗ റീജിയൻ. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. മാപ്പ് അടക്കം നോക്കി വെക്കണം കേട്ടോ. തൈഗ റീജിയൻ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള പ്രദേശമാണ്, കോൾഡ് റീജിയൻ ആണ്. അത് എവിടെ മാത്രം കാണുള്ളൂ? നിങ്ങൾ ആ പിക്ചർ ഒന്ന് നോക്കിയേ. കണ്ടു, ഒരു മീനിന്റെ ആകൃതിയിലാണ് അത് കാണുന്നത്. മീനിന്റെ ആകൃതിയിലാണ്. പിന്നെ നമുക്കറിയാം നടുക്കിലൂടെ പോകുന്ന ഇക്വേറ്റർ ആക്കി എടുത്താൽ ഇത് ഏത് ഹെമിസ്ഫിയറിൽ മാത്രം കാണുന്നുള്ളൂ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രം കാണുന്നുള്ളൂ അല്ലെ. പിന്നെ തണുപ്പുള്ള റീജിയനിൽ കാണപ്പെടുന്ന 55 ഡിഗ്രിക്കും 70 ഡിഗ്രിക്കും ഇടയിൽ കാണുന്നു. 2 ഹെമിസ്ഫിയറിലല്ല, എവിടെ മാത്രം കാണുന്നുള്ളൂ എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ ഒരു ക്ലൈമറ്റിക് റീജിയൻ മാത്രമാണ് ഒരു ഹെമിസ്ഫിയറിൽ കാണുന്നത് കേട്ടോ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇത് സദേൺ ഹെമിസ്ഫിയറിൽ ആബ്സെന്റ് ആണ്. അതിന് കാരണം അവിടെ ലാൻഡ് മാസ് കുറവാണ്. സദേൺ ഹെമിസ്ഫിയറിൽ ലാൻഡ് മാസ് കുറവാണ്. ആ ലാൻഡ് മാസ് കുറവായത് കൊണ്ടാണ് ഏത് ഹെമിസ്ഫിയറിൽ മാത്രം കാണുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാണുന്നത്. ഇനി ക്ലൈമറ്റിന്റെ ഫീച്ചർ സമ്മർ ഭയങ്കര കുറവാണ്, വിന്റർ ഭയങ്കര കൂടുതലാണ്. സമ്മർ ടെമ്പറേച്ചറിന്റെ അളവ് 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. വിന്റർ ടെമ്പറേച്ചറിന്റെ അളവ് വന്നിട്ട് -30 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഈ റീജിയന്റെ ആനുവൽ റെയിൻഫാൾ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ മുതൽ 70 സെന്റിമീറ്റർ വരെയാണ്. ഇവിടുത്തെ പ്രസിപ്പിറ്റേഷൻ, ഇവിടെ കിട്ടുന്ന വിന്ററിന്റെ പ്രസിപ്പിറ്റേഷൻ എന്ത് ഫോമിലാണ്? സ്നോഫാൾ ആണ്. സ്നോഫാൾ മഞ്ഞ് വീഴ്ചയാണ് എന്നാണ് പറയുന്നത്. മഞ്ഞ് വീഴ്ച. ഇവിടുത്തെ വെജിറ്റേഷൻ ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് കോണിഫറസ് എവർഗ്രീൻ ട്രീസ് ആണ്. ഏകദേശം ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ മരങ്ങൾ കേട്ടോ. അതായത് ക്രിസ്മസ് ട്രീസ് പോലുള്ള ട്രയാങ്കുലർ ഷേപ്പിലുള്ള മരങ്ങൾ അവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ തൈഗ എന്നുള്ള പേര് വരാൻ കാരണം റഷ്യയില് ഈ കോണിഫറസ് ട്രീസിനെ വിളിക്കുന്ന പേര് തൈഗ എന്നാണ്. ഈ റീജിയൻ തൈഗ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം എന്താണ്? ഇവിടെ നിറച്ച് കോണിഫറസ് ട്രീസ് ആണ്. ഏത് കോണിഫറസ് ട്രീസ് ആണ് കാണാൻ പറ്റുന്നത്? പൈൻ, ഫിർ, സ്പ്രൂസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇനി തൈഗ റീജിയനിൽ പോളാർ റീജിയനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വെജിറ്റേഷന്റെ ഹൈറ്റ് ഇവിടെ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ പിന്നെ അവിടെ നമുക്ക് എന്തായിരിക്കും കാണാൻ പറ്റാം? പോളാർ റീജിയനിലോട്ട് പോകുമ്പോൾ കോണിഫറസ് ട്രീസ് ഒന്നും കാണാൻ പറ്റില്ല. പകരം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഷ്രബ്സ് കാണാൻ പറ്റും. ഷ്രബ്സ് കേട്ടോ, കുറ്റിച്ചെടികളും മോസസ് എന്താണ് പായലുകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് തൈഗ റീജിയന്റെ മെയിൻ പ്രത്യേകത. ഇവിടെ ഹ്യൂമൻ ലൈഫ് കൾട്ടിവേഷൻ ഭയങ്കര കുറവായിരിക്കും, കൃഷി ഭയങ്കര കുറവായിരിക്കും. അപ്പൊ ആളുകൾ എന്ത് ചെയ്തായിരിക്കും ജീവിക്കുന്നത്? അവര് മെയിൻ ആയിട്ട് ലംബറിങ്ങും വൂൾ ഇൻഡസ്ട്രി ആണ്. മരം വെട്ടുകയും അതുപോലെ കമ്പിളി വ്യവസായമൊക്കെയാണ് ഉള്ളത് കേട്ടോ. കമ്പിളി വ്യവസായമൊക്കെയുള്ളത് അവര് അത് ചെയ്താണ് ജീവിക്കുന്നത്. ലാസ്റ്റ് ക്ലൈമറ്റിക് റീജിയൻ ആണ് ടണ്ട്ര റീജിയൻ എന്ന് പറയുന്നത്. ടണ്ട്ര റീജിയൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കോൾഡ് സോൺ ആണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് നോർത്ത് ഓഫ് ദി ആർട്ടിക് സർക്കിൾ, അലാസ്കയില്, കാനഡയില്, ഗ്രീൻലൻഡില്, ആർട്ടിക് കോസ്റ്റ് ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യയിലൊക്കെയാണ്. വിന്റർ ടെമ്പറേച്ചറിന്റെ അളവ് എന്ന് പറഞ്ഞാല് -25 മുതൽ -40 വരെ. വിന്റർ ടെമ്പറേച്ചർ ഇവിടെ കിട്ടുന്ന വിന്റർ ടെമ്പറേച്ചറിന്റെ അളവ് എത്രയാണ്? -25 മുതൽ -40 വരെയാണ്. സമ്മർ ടെമ്പറേച്ചർ എത്ര വരെയും ഉയരും? 10 ഡിഗ്രി സെൽഷ്യസ് വരെ സമ്മർ ഉയരുള്ളൂ. അതായത് സമ്മറിന്റെ ടെമ്പറേച്ചർ അത്രയും ഉയരുള്ളൂ. കാരണം ടെമ്പറേച്ചർ ഭയങ്കര കുറവായിട്ടുള്ള പ്ലേസ് ആണ്. അപ്പൊ അവരുടെ പ്രസിപ്പിറ്റേഷന്റെ ഫോം എന്ത് ഫോം ആയിരിക്കും? ഇവിടെ മഞ്ഞ് വീഴ്ചയായിരിക്കും എന്നാ പറയുന്നത്. ഇവിടെ നമുക്ക് ഭയങ്കര ഹൈറ്റ് ഉള്ള മരങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായിരിക്കും? ഷ്രബ്സ് കാണാൻ പറ്റും, അതുപോലെ മോസസ് കാണാൻ പറ്റും. ഷ്രബ്സ് കാണാൻ പറ്റും, അതുപോലെ മോസസ് നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നത്.
ഇവിടെ ജീവിക്കുന്ന ട്രൈബിന്റെ പേര് എസ്കിമോസും ലപ്പാസുകളും ഒക്കെയാണ് ജീവിക്കുന്നത്. ഹ്യൂമൻ ഇന്റർവെൻഷൻ ഭയങ്കരമായിട്ട് മനുഷ്യന്റെ ഇടപെടലുകളെല്ലാം ഭയങ്കരമായിട്ട് കുറവായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ടണ്ട്ര റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. കാലാവസ്ഥയിലുള്ള മാറ്റത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അതായത് അക്കോർഡിംഗ് ടു യുഎൻ അനുസരിച്ച് എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഷിഫ്റ്റ് ആണ്. ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്ന ഒരു മാറ്റമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. എന്തിനുള്ള മാറ്റം? അതായത് വെതർ പാറ്റേണിലും ടെമ്പറേച്ചറിലും, വെതറിന്റെ ഘടനയിലും അതുപോലെ ടെമ്പറേച്ചറിലും മനുഷ്യന്റെ ആക്ടിവിറ്റി കൊണ്ടോ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടോ ഉണ്ടാകുന്ന മാറ്റത്തെ, അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമ്മുടെ വെതർ പാറ്റേൺ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ ഒരുപാട് കാലത്തേക്ക് ഒരു മാറ്റം വരികയാണെങ്കിൽ ആ മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എക്കോസിസ്റ്റത്തെ എന്താണ് ഭയങ്കരമായിട്ട് ബാധിക്കുമെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നേപ്പാളിനെയും അതുപോലെ തന്നെ മാൽദീവ്സിനെയാണ്. അതായത് നോക്കിയാൽ നമ്മുടെ നേപ്പാളും മാൽദീവ്സും കൂടി ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തി, ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തി. നേപ്പാൾ മീറ്റിംഗ് നടത്തിയേക്കുന്നത്, അവിടെ മീറ്റിംഗ് നടത്തിയേക്കുന്നത് എവിടെയാണെന്ന് നോക്കി, എവറസ്റ്റ് നമ്മുടെ മൗണ്ടെയിൻസിന് താഴെയും മാൽദീവ്സുകാരും മീറ്റിംഗ് നടത്തിയേക്കുന്ന വെള്ളത്തിന് അടിയിലാണ്. എന്തുകൊണ്ടായിരിക്കും? ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ച് അഫക്ട് ചെയ്തേക്കുന്ന രണ്ട് സ്ഥലം എന്ന് പറയുന്നത് നേപ്പാളും മാൽദീവ്സ് ആണ്. അതായത് എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ് 12 മുതൽ 20 മീറ്ററോളം ഒരു വർഷം ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. 12 മുതൽ 20 മീറ്ററോളം ഒരു വർഷം ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉരുകുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ വർഷവും എന്താ 2.5 meters the Maldives will be completely submerged to the sea. അതായത് ഈ മാൽദീവ് എന്ന് പറഞ്ഞ പ്ലേസ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് കടലിന്റെ അടിയിലായിട്ട് പോകും. അതായത് ഒരു വർഷം 0.42 സെന്റിമീറ്റർ ആണ് സീ ലെവൽ ഉയരുന്നത്. അപ്പൊ സീ ലെവൽ ഉയരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാലദ്വീപിന്റെ ഉള്ളിൽ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കുന്ന രണ്ട് പ്ലേസ് ആണ് നേപ്പാളും മാലദ്വീപ്സും. അത് എന്തുകൊണ്ടാണെന്ന് വേണമെങ്കിൽ എക്സാമിൽ ചോദിച്ചേക്കാം. മാലദ്വീപ്സിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കാം കേട്ടോ. അപ്പൊ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആ കാരണം എന്താണ് നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കണം. ഇതിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതില് ആന്ത്രോപജനിക് കോസും നാച്ചുറൽ കോസും ആണ് പറയുന്നത്. ആന്ത്രോപജനിക് കോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് കാരണം ഉണ്ടാകുന്ന കാരണങ്ങള്, പിന്നെ നാച്ചുറൽ കോസ് ആണ് നേച്ചറിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ. ആന്ത്രോപജനിക് കോസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം. രണ്ടാമത്തെ കാര്യം ഓയിൽ മൈനിങ് ആണ്. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, മറ്റൊന്നെന്താണ് അർബണൈസേഷൻ ആണ്. നാച്ചുറൽ കോസ് എന്ന് പറയുമ്പോൾ ഒന്ന് വോൾക്കാനിക് ഇറപ്ഷൻ ആണ്, ഓഷ്യൻ കറൻസ് പറയാം, മറ്റൊന്ന് സുനാമി പറയാം. ഇത് മാത്രം എക്സാമിന് ചോദിക്കാറുണ്ട്. 2 മാർക്കിന്, ഒരു 2 മാർക്കിന് ഇത് മാത്രം എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടാതെ നാച്ചുറൽ കോസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് ആന്ത്രോപൊജനിക് കോസ് എന്നുള്ള സംഭവം ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും ചിലപ്പോൾ. ആന്ത്രോപൊജനിക് കോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് കാരണം ഉണ്ടാകുന്ന കാരണങ്ങളാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എന്താ, മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നമ്മൾ എന്താ, ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ലോക രാജ്യങ്ങൾ എല്ലാവരും ചേർന്ന് അതിനെ കൺട്രോൾ ചെയ്യാൻ കുറെ സംഘടനകൾ കൊണ്ടുവന്നു. ആ സംഘടനകൾ എന്ന് വന്നു എന്നും എവിടെ വന്നു എന്നും അതിന്റെ ഇന്റർവെൻഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അതിലൊന്നാമത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. അത് വന്നത് 1950-ലാണ്, ജനീവയിലാണ്. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത് ക്ലൈമറ്റ് കോൺഫറൻസുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. 1997 ക്യോട്ടോയിലാണ്. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അടുത്തത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. ഏത് വർഷമാണ്? 87. സ്ഥലം മോൺട്രിയലാണ്. അവരുടെ മെയിൻ ഉദ്ദേശം റെഡ്യൂസ് ദ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്. അതായത് ഓസോൺ തകർച്ച, ഓസോൺ തകർക്കുന്ന തരത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലോ അതിന്റെ അളവ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ഉദ്ദേശം. G20 സബ്മിറ്റ് 2013 ന്യൂഡൽഹിയിലാണ്. അവരുടെ മെയിൻ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ 1 Earth 1 Family 1 Future. ഒരു എർത്ത്, ഒരു കുടുംബം, ഒരു എന്താണ് പറയുന്നത് ഫ്യൂച്ചർ, ഭാവി എന്നാണ്. അവർ ഉദ്ദേശിക്കുന്ന ഓവറോൾ ഡെവലപ്മെന്റ് ആണ്, മൊത്തമായിട്ടുള്ള വികസനമാണ്. പക്ഷെ എന്ത് ഡെവലപ്മെന്റ് ആണ്? ഗ്രീൻ ഡെവലപ്മെന്റ്. പ്ലാസ്റ്റിക് ഒക്കെ മാറ്റി നിർത്തി കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ ഡെവലപ്മെന്റ് ആണ് G20 സബ്മിറ്റിന്റെ മെയിൻ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും
ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ കാര്യം സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇത്രേ ഉള്ളൂ. അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാം. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.